ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ റെസിപ്പി കുറച്ച് സ്പെഷ്യൽ ആണ് കേട്ടോ. കുക്ക് ചെയ്യുന്നതും ഞാനല്ല. വീട്ടിലിരിക്കുമ്പോ അധികമൊന്നും അടുക്കളയിൽ കയറാത്ത എന്റെ മോൻ പുറത്തു പോയപ്പോ സൂപ്പർ ഷെഫായി മാറിയിട്ടുണ്ട്. അവൻ അവിടെ കുക്ക് ചെയ്യുന്ന ഒരു റെസിപ്പി ഇപ്രാവശ്യം വീട്ടിൽ വന്നപ്പോ ഒന്ന് ട്രൈ ചെയ്തു. എന്റെ മോനായതുകൊണ്ട് പറയല്ല കേട്ടോ, നല്ല രുചിയുണ്ടായിരുന്നു. വീട്ടിലെല്ലാവർക്കും നല്ലപോലെ ഇഷ്ടമായി. ഏത് ഡിഷാണ് കുക്ക് ചെയ്തതെന്ന് അറിയണ്ടേ? അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഇതാണ് ചിക്കൻ ബ്രസ്റ്റ് ഡ്രൈ ഫ്രൈ. കാണുമ്പോഴേ കഴിക്കാൻ തോന്നുന്നില്ലേ? അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതിനായി 2 ചിക്കൻ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 400 ഗ്രാം വരും. അതിനെ ഉപ്പും വിനീഗറും ഇട്ട് വെള്ളമൊഴിച്ച് നല്ലപോലെ കഴുകിയ ശേഷം വേണം മുറിച്ചെടുക്കാൻ. മോനാണ് മുറിക്കുന്നത്. അവൻ്റെ ഇഷ്ടത്തിന് അവൻ മുറിക്കുന്നുണ്ട്. വളരെ ചെറിയ പീസായിട്ടാണ് അവൻ അതിനെ കട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇച്ചിരി കോൾഡൊക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് സൗണ്ടൊന്നും ശരിയല്ല. തൊണ്ടയൊക്കെ ഒരല്പം വേദനയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ചെറിയ പീസസ് ആയിട്ടാണ് അവൻ കട്ട് ചെയ്തിരിക്കുന്നത്. അത്ര ടൈമൊന്നും എടുക്കുന്നില്ല, പെട്ടെന്ന് കട്ട് ചെയ്ത് കഴിയുന്നുണ്ട്. സെക്കൻഡ് പീസും എടുത്തു, അതും കട്ട് ചെയ്തു. ഈ സ്കില്ലൊക്കെ അവൻ എവിടെ നിന്ന് പഠിച്ചോ എന്നറിയില്ല. ഇതാണ് ആവശ്യമാണ് നമ്മുടെ ഗുരു എന്ന് പറയുന്നത്. അങ്ങനെ ചിക്കൻ മുഴുവൻ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല 1 ടേബിൾ സ്പൂൺ, ഉപ്പ് 1/2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 3/4 ടേബിൾ സ്പൂൺ, പിന്നെ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരുപാട് സമയമൊന്നും വെക്കേണ്ട, ഉടനെ നമുക്ക് ഉണ്ടാക്കാം. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസസ് അതിലേക്ക് നിരത്തി വയ്ക്കാം. ഒരു 5 മിനിറ്റ് ഇതിനെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം. കരിഞ്ഞു പോവാതെ നോക്കണം. തൈരെല്ലാം പെട്ടെന്ന് കരിയും. അതിനുശേഷം നമുക്ക് തിരിച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യണം. കരിയരുത്, ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അവനൊരുവിധം റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ബാച്ച് റെഡിയായി. ഇനി അടുത്ത ബാച്ചും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഈ ചിക്കൻ ഫ്രൈ ഇങ്ങനെ തന്നെ കഴിക്കാം, അതും നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് അടുത്ത ബാച്ച് കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്യാം. ചിക്കൻ എപ്പോഴും ഓവറായിട്ട് ഫ്രൈ ചെയ്യരുത്, അത് ഹാർഡായിട്ട് മാറും. എപ്പോഴും ഇത്തിരി ജ്യൂസി ആയിരിക്കുന്നതായിരിക്കും ടേസ്റ്റ്. പക്ഷേ ചിക്കൻ ആവശ്യത്തിന് കുക്കാവുകയും വേണം കേട്ടോ. നമ്മുടെ അടുത്ത ബാച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതും ഒന്ന് മറിച്ചിട്ട ശേഷം നമുക്ക് കോരിയെടുക്കാം. നമ്മൾ ചിക്കൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് ചിക്കൻ വെന്ത ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് അതൊന്ന് നല്ലപോലെ മെൽട്ടായ ശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ആ ചിക്കനില്ലേ, അതിനെ ഇതിലേക്കിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്യുക. ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യണം, ഒരുപാട് നേരം ഫ്രൈ ചെയ്യരുത്. അതിനുശേഷം നമുക്കിതിനെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയും കുറച്ച് പണികൾ കൂടെയുണ്ട്, മിനുക്ക് പണികൾ. അതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു. നാരങ്ങയുടെ കുരു ഒന്നും അതിനകത്ത് വീഴാതെ നോക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ നാരങ്ങ പിഴിഞ്ഞ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിനൊരു സ്റ്റാർട്ടറായോ അല്ലെങ്കിൽ സ്നാക്കായോ നമുക്ക് കഴിക്കാം. നമുക്കിനി ഇതിനെ ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഫോട്ടോ എടുക്കാനാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യും വേണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.